നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സിനോഫാം ഒഴികെയുള്ള വാക്സിനുകൾ എടുത്തവർക്ക് ബൂസ്റ്റർ ഡോസ് ആവശ്യമില്ലെന്ന വിശദീകരണം. UAE ദേശീയ മനുഷ്യാവകാശ സമിതിക്ക് രൂപം നൽകി അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ സ്വീകരിക്കും. അബുദാബിയിൽ കുട്ടികൾക്കുള്ള സൗജന്യ PCR പരിശോധന അടുത്ത മാസവും തുടരും. മലയാളി കുടുംബത്തിന് പോലീസ് കാറിൽ വിശ്രമം നൽകിയ പോലീസുകാർക്ക് അജമാൻ കിരീടാവകാശിയുടെ ആദരവ്. ഫാൻസി നമ്പർ പ്ലേറ്റുകളുടെ ലേലത്തിലൂടെ ദുബായിൽ സമാഹരിച്ചത് 36.276 മില്യൺ ദിർഹം. ജനപ്രിയ താരം ടോവിനോ തോമസിനും UAE-യുടെ ഗോൾഡൻ വിസ. ന്യൂസ് ടൈം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Hypermarket. Home delivered. luluhypermarket.com. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. സിനോഫാം ഒഴിച്ചുള്ള കോവിഡ് വാക്സിനുകൾ സ്വീകരിച്ചവർ ബൂസ്റ്റർ ഡോസുകൾ എടുക്കേണ്ടതില്ലെന്ന് അബുദാബി മീഡിയ ഓഫീസ് വ്യക്തമാക്കി. പൊതുജനങ്ങൾ ഉന്നയിച്ച സംശയങ്ങൾക്ക് മറുപടിയായാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഫൈസർ ബയോഎൻടെക്, ഓക്സ്ഫോർഡ് ആസ്ട്രാസെനിക്ക, സ്പുട്നിക് V എന്നീ വാക്സിനുകൾ സ്വീകരിച്ചവർ ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ടതില്ലെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സിനോഫാം വാക്സിൻ എടുത്ത് 6 മാസങ്ങൾ പൂർത്തീകരിച്ചവർ സെപ്റ്റംബർ 20-നകം ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം അൽഹോസൻ ആപ്പിൽ അവരുടെ സ്റ്റാറ്റസ് കളർ കോഡ് ഗ്രേ നിറമായി മാറുമെന്നും മീഡിയ ഓഫീസ് അറിയിച്ചു. സിനോഫാം വാക്സിൻ സ്വീകരിച്ച് 6 മാസം പിന്നിട്ടവർ നിർബന്ധമായും ബൂസ്റ്റർ ഡോസ് എടുത്തിരിക്കണമെന്ന് അബുദാബി ആരോഗ്യ വകുപ്പ് അറിയിച്ചു. അബുദാബി നിവാസികൾ സെപ്റ്റംബർ 20-നകം ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കണമെന്നാണ് അബുദാബി ദേശീയ ദുരന്ത നിവാരണ സമിതി അറിയിച്ചിരിക്കുന്നത്. കോവിഡ് വാക്സിൻ 2ാം ഡോസ് എടുത്ത് 6 മാസം പൂർത്തിയായവരാണ് ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ടത്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ബൂസ്റ്റർ ഡോസ് ആവശ്യമാണ്. സെപ്റ്റംബർ 20-നകം ബൂസ്റ്റർ ഡോസ് എടുക്കാത്തവരുടെ അൽ ഹൊസൻ ആപ്പിൽ ഗ്രീൻ സ്റ്റാറ്റസ് കാണിക്കില്ല. അബുദാബിയിൽ പൊതുയിടങ്ങളിൽ പ്രവേശിക്കാൻ ഗ്രീൻ സ്റ്റാറ്റസ് നിർബന്ധമാണ്. കൂടാതെ ഗ്രീൻ സ്റ്റാറ്റസ് അൽ ഹൊസൻ ആപ്പിൽ നിലനിർത്താൻ 30 ദിവസത്തിലൊരിക്കൽ കോവിഡ് പരിശോധന നടത്തി നെഗറ്റീവ് ഫലം നേടിയിരിക്കുകയും വേണം. സേഹ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയാൽ ബൂസ്റ്റർ ഡോസ് ലഭിക്കും. 3 മുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സിനോഫാം വാക്സിനാണ് നൽകുന്നത്. 12 വയസ്സും അതിനു മുകളിലുമുള്ളവർക്ക് ഫൈസർ ബയോഎൻടെക് വാക്സിനും ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക്, അബുദാബി. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച് UAE ദേശീയ മനുഷ്യാവകാശ സമിതിക്ക് പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായദ് അൽ നഹിയാൻ രൂപം നൽകി. അബുദാബി ആസ്ഥാനമായി രൂപീകരിക്കുന്ന സമിതിക്ക് മറ്റ് എമിറേറ്റുകളിലും ഓഫീസുകൾ തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ മൗലിക സ്വാതന്ത്ര്യവും മനുഷ്യാവകാശങ്ങളും സംരക്ഷിക്കാൻ ലക്ഷ്യമിടുന്ന നിയമം മധ്യപൂർവ്വ ദേശങ്ങളിൽ ശക്തമായ അനുരണനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. സ്വതന്ത്രാധികാരമുള്ള സമിതിയായി മനുഷ്യാവകാശ സമിതിക്ക് പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഫെഡറൽ നിയമമാണ് ഷെയ്ഖ് ഖലീഫ പുറപ്പെടുവിച്ചിരിക്കുന്നത്. UAE ഭരണഘടനയും നിയമസംഹിതകളും അന്താരാഷ്ട്ര നിയമങ്ങളും അനുശാസിക്കുന്ന മനുഷ്യാവകാശങ്ങളും മൌലിക സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്നതിനാണ് UAE മനുഷ്യാവകാശ സമിതി ലക്ഷ്യമിടുന്നത്. ഇതിനായുള്ള ദേശീയ കർമ്മ പദ്ധതിക്ക് സമിതി രൂപം നൽകും. രാജ്യത്തുടനീളം നടത്തിവരുന്ന സെമിനാറുകൾ, സമ്മേളനങ്ങൾ, ചർച്ചകൾ എന്നിവയിലൂടെ മനുഷ്യാവകാശ സംസ്കാരം പൊതുജനങ്ങളിലേക്ക് പകർന്നു നൽകും. UAE-യുടെ നിയമങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുമായി പൊരുത്തപ്പെടുന്ന വിധത്തിലേക്ക് മാറ്റിയെഴുതും. മനുഷ്യാവകാശ ലംഘനങ്ങൾ കണ്ടെത്തുകയും അധികൃതർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്യും. മനുഷ്യാവകാശ സമിതിയിൽ 11 പേരാകും നിയമിതരാകുക. ഇതിൽ പകുതി പേരും പൂർണ്ണസമയ അംഗങ്ങളായിരിക്കും. മറ്റു രാജ്യങ്ങളിൽ ഇത്തരം സമിതികൾ അവലംബിക്കുന്ന രീതികൾ മനസ്സിലാക്കുകയും UAE-യിൽ അവ പിന്തുടരുകയും ചെയ്യും. UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷാണ് ദേശീയ മനുഷ്യാവകാശ സമിതിയുടെ കർമ്മരേഖയ്ക്ക് രൂപം നൽകുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ UAE-യുടെ സ്ഥാനം കൂടുതൽ ശക്തമാക്കുന്നതിനൊപ്പം രാജ്യത്തിന്റെ 50ാം വാർഷികം ആഘോഷിക്കുമ്പോൾ എടുത്ത തീരുമാനം മധ്യപൂർവ്വ രാജ്യങ്ങളിൽ ശ്രദ്ധേയമായ അനുരണനങ്ങൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്. മനുഷ്യാവകാശ സമിതിയുടെ സ്ഥാപനത്തിലൂടെ രാജ്യത്തിന്റെ സഹിഷ്ണുതയിലും സഹവർത്തിത്വത്തിലും അധിഷ്ഠിതമായ സംസ്കാരം കൂടുതൽ ശക്തമാകുമെന്ന് ഫെഡറൽ നാഷണൽ കൌൺസിൽ സ്പീക്കർ സഗർ ഗോബാഷും അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, അബുദാബി. UAE-യിലെ ഇന്ധനവിലയിൽ നേരിയ കുറവ് വരുത്തി സെപ്റ്റംബർ മാസത്തേക്കുള്ള ഇന്ധനവില UAE ഫ്യൂവൽ പ്രൈസ് കമ്മിറ്റി പ്രഖ്യാപിച്ചു. സൂപ്പർ 98 പെട്രോളിന് 2.55 ദിർഹവും, സ്പെഷ്യലിന് 2.44 ദിർഹവും, E+ന് 2.36 ദിർഹവുമാണ് പുതുക്കിയ വില. 2.45 ദിർഹമായിരുന്ന ഡീസൽ വില 2.38 ദിർഹമായി കുറച്ചിട്ടുണ്ട്. പൊരിവെയിലിൽ കോവിഡ് പരിശോധനയ്ക്കായി കാത്തുനിന്ന മലയാളി കുടുംബത്തിന് പോലീസ് പെട്രോൾ കാറിൽ വിശ്രമിക്കാൻ അനുവദിച്ച പോലീസ് സേനാംഗങ്ങൾക്ക് അജമാൻ കിരീട അവകാശിയുടെ ആദരം.
ഗർഭിണിയായ പൂച്ചയെ രക്ഷിച്ച മലയാളികൾ അടക്കമുള്ള സംഘത്തിന് ദുബായ് ഭരണാധികാരി ആദരവ് നൽകിയതിന് പിന്നാലെയാണ് മറ്റൊരു മലയാളി അജ്മാൻ പോലീസിന് ആദരവ് നേടിക്കൊടുത്തിരിക്കുന്നത്. കുടുംബനാഥൻ എടുത്ത വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് അജ്മാൻ കിരീടാവകാശി ഷെയ്ഖ് അമ്മാർ ബിൻ ഹുമൈദ് അൽ നുഐമി പോലീസുകാരായ ഹാഷിൻ മുഹമ്മദ് അബ്ദുള്ള, ഫാത്ത് അൽ റഹ്മാൻ അഹമ്മദ്, അബ്ഷർ എന്നിവരെ നേരിട്ടെത്തി ആദരിച്ചത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള PCR പരിശോധനയ്ക്കായി എത്തിയ കുടുംബം തിരക്കിനെ തുടർന്ന് കനത്ത ചൂടിൽ കാത്തുനിൽക്കുന്നത് കണ്ടപ്പോഴാണ് പോലീസിന്റെ പട്രോൾ കാറിൽ വിശ്രമിക്കാൻ അവസരം നൽകിയത്. പോലീസുകാരുടെ സ്വഭാവം കണ്ടില്ല. UAEയുടെ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഉത്തരവാദിത്തപൂർണമായ സഹായം നൽകിയ പോലീസ് സേനാംഗങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നതായി അജ്മാൻ കിരീടാവകാശി അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ദുബായ്. അബുദാബിയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ കോവിഡ് നിർണയ പരിശോധന സെപ്റ്റംബർ മാസത്തിലും തുടരുന്നതിന് തീരുമാനിച്ചു. എമിറേറ്റിലെ എല്ലാ പൊതു സ്വകാര്യ ക്ലിനിക്കുകൾക്കും ഈ നിയമം ബാധകമാക്കിയിട്ടുണ്ട്. G42 ഹെൽത്ത് കെയറിന്റെ കീഴിലുള്ള പരിശോധനാ കേന്ദ്രങ്ങളിൽ ഉമിനീർ പരിശോധനയും ലഭ്യമാണ്. സ്കൂളുകളിൽ നേരിട്ടുള്ള പഠനത്തിനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഓരോ 14 ദിവസവും കൂടുമ്പോൾ കോവിഡ് പരിശോധന നിർബന്ധമാക്കിയതിനാലാണ് സൗജന്യ പരിശോധനയ്ക്കുള്ള സൗകര്യം ഒരുക്കാൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിന് സമാനമായി RT-PCR പരിശോധനാ ഫലവും കോവിൻ വെബ്സൈറ്റിൽ ലഭ്യമാക്കാൻ ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ ശ്രമം ആരംഭിച്ചു. ഇതോടെ ഡിജിറ്റൽ സിഗ്നേച്ചറോടുകൂടിയ PCR ഫലം സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധ്യമാകും. നാഷണൽ ഹെൽത്ത് അതോറിറ്റിയാണ് ഇതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നത്. വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസികൾക്ക് ഇത് കൂടുതൽ ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ കോവിൻ വെബ്സൈറ്റിനെ വാക്സിൻ പോർട്ടലായി പല രാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല എന്നത് ഒരു പ്രതിസന്ധിയാണ്. ഇക്കാര്യത്തിൽ വിവിധ രാജ്യങ്ങളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടക്കുകയാണെന്നും അതോറിറ്റി വ്യക്തമാക്കി. 1.5 വർഷത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം സ്കൂളുകളിലെത്തിയ വിദ്യാർത്ഥികളെ സന്ദർശിക്കാൻ UAE മന്ത്രിയും നേരിട്ട് സ്കൂളുകളിലെത്തി. UAE പൊതുവിദ്യാഭ്യാസ സഹമന്ത്രി ജമീൽ അൽ മുഹേരിയാണ് ഷാർജ, അജ്മാൻ, ഉമ്മൽ ഖൈൻ എമിറേറ്റുകളിലെ 4 സ്കൂളുകളിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തിയത്. ക്ലാസുകളിലൂടെ കയറിയിറങ്ങിയ മന്ത്രി കുട്ടികൾക്കൊപ്പം സമയം ചെലവഴിച്ചു. കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്ന് മന്ത്രി സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം നൽകി. ഫാൻസി നമ്പർ പ്ലേറ്റുകൾക്കായി ദുബായിൽ നടത്തിയ ലേലത്തിലൂടെ 36.276 മില്യൺ ദിർഹം സമാഹരിച്ചതായി ദുബായ് RTA അറിയിച്ചു. E55 എന്ന നമ്പർ പ്ലേറ്റാണ് ഏറ്റവും അധികം തുകയ്ക്ക് ലേലത്തിൽ പോയത്. 3.649 മില്യൺ ദിർഹമാണ് E55 വേണ്ടി ഫാൻസി നമ്പർ പ്രേമിയായ വാഹനമുടമ നൽകിയത്. W29 എന്ന നമ്പർ പ്ലേറ്റ് 2.5 മില്യൺ ദിർഹത്തിനും X35 എന്ന നമ്പർ പ്ലേറ്റ് 2.480 മില്യൺ ദിർഹത്തിനുമാണ് ലേലം പിടിച്ചിരിക്കുന്നത്. V88 9,90,000 ദിർഹത്തിനും V99 8,60,000 ദിർഹത്തിനുമാണ് ലേലം പിടിച്ചത്. ഇന്റർ കോണ്ടിനെന്റൽ ഫെസ്റ്റിവൽ സിറ്റി ഹോട്ടലിൽ നടന്ന ലേലത്തിൽ സ്വദേശികളും പ്രവാസികളും അടക്കം നിരവധി പേരാണ് പങ്കെടുത്തത്. മലയാള ചലച്ചിത്ര നടൻ ടോവിനോ തോമസ് ഇന്ന് ഗോൾഡൻ വിസ സ്വീകരിച്ചു. മറ്റ് യുവ സൂപ്പർ താരങ്ങൾക്കും വൈകാതെ വിസ ലഭിക്കുമെന്നാണ് റിപ്പോർട്ട്. കലാകാരന്മാരും സർഗാത്മക രംഗത്ത് പ്രവർത്തിക്കുന്നവരും 10 വർഷത്തെ വിസയ്ക്ക് വേണ്ടിയുള്ള തങ്ങളുടെ അപേക്ഷകൾ കൾച്ചറൽ വിസ @dubai-culture. എന്ന ഇമെയിലിലേക്കാണ് അയക്കേണ്ടത്. പാസ്പോർട്ട് കോപ്പി, എമിറേറ്റ്സ് ID, സാംസ്കാരിക ജീവിതത്തെക്കുറിച്ചുള്ള വിവരണം, ഫോൺ നമ്പർ, മേൽവിലാസം, ജോലി ചെയ്യുന്ന സ്ഥലം എന്നിവ കൂടാതെ വിദ്യാഭ്യാസ യോഗ്യത, സമൂഹത്തിന് നൽകിയ സംഭാവനകളുടെ രേഖകൾ, തൊഴിൽ തുടങ്ങിയവ സംബന്ധിച്ച രേഖകളും കൈമാറണം. കഴിഞ്ഞയാഴ്ച മോഹൻലാൽ, മമ്മൂട്ടി എന്നിവർ ഗോൾഡൻ വിസ ഏറ്റുവാങ്ങിയിരുന്നു. ഒമാനിൽ നിന്നും പിഴ കൂടാതെ രാജ്യം വിടുന്നതിനുള്ള എക്സിറ്റ് പദ്ധതി സെപ്റ്റംബർ 30 വരെ നീട്ടിയതായി ഒമാൻ തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. മതിയായ താമസരേഖകൾ ഇല്ലാത്ത പ്രവാസികൾക്ക് പിഴ നൽകാതെ രാജ്യം വിടുന്നതിനായി നൽകിയ അവസരമാണ് എക്സിറ്റ് പദ്ധതി. നാളെ പദ്ധതിയുടെ കാലാവധി കഴിയാനിരിക്കെയാണ് 1 മാസം കൂടെ നീട്ടി നൽകാൻ ഒമാൻ ഭരണകൂടം തയ്യാറായിരിക്കുന്നത്. 2020 നവംബറിൽ ആരംഭിച്ച പദ്ധതി ഇത് 7ാം തവണയാണ് നീട്ടി നൽകുന്നത്. UAEയിലെ മലയാളി ബിസിനസ് നെറ്റ്വർക്കായ ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ ഇന്ത്യയുടെ 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ദുബായ് ഗ്രാൻഡ് ഹയാത്തിൽ നടന്ന പരിപാടി രാജ്യസഭാംഗവും വ്യവസായിയുമായ PV അബ്ദുൽ വഹാബ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ കോൺസുലേറ്റ്, കമ്മ്യൂണിറ്റി അഫയേഴ്സ്, വിസ വിഭാഗം കോൺസുൽ ഉത്തം ചന്ദ്, മുൻ കേന്ദ്രമന്ത്രി CM ഇബ്രാഹിം, ചലച്ചിത്ര താരം ആശാ ശരത്, ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ KP ഹുസൈൻ,
AK ഫൈസൽ, ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും IPA ഉപഭോക്താക്കൾക്കുമാണ് പ്രവേശനം ഉണ്ടായിരുന്നത്. ചടങ്ങിൽ വിവിധ സംരംഭങ്ങളുടെ ലോഗോ പ്രകാശനങ്ങളും നടന്നു. പ്രമുഖ ബിസിനസ്സുകാർക്ക് IPA ഓണററി മെമ്പർഷിപ്പുകൾ കൈമാറി. ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണലിന്റെ സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു. കലാപരിപാടികളും അരങ്ങേറി. ഗുരു വിചാരധാര ദുബായ് മാർക്കോപോളോ ഹോട്ടലിൽ ഓണം ആഘോഷിച്ചു. ഓൺലൈനിലൂടെ കേരള വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആശംസാ സന്ദേശം വേദിയിൽ വായിച്ചു. PG രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ശിവഗിരി മഠത്തിലെ സ്വാമി ഗുരുപ്രസാദ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. സംഘടനയുടെ കലാ സാംസ്കാരിക വിഭാഗമായ സമന്വയയുടെ ഉദ്ഘാടനം നടൻ രമേശ് പിഷാരടി നിർവഹിച്ചു. കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു. UAE കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 993 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചതായും 1501 പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 3,21,470 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കോവിഡ് മൂലം ഒരാളുടെ മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 2039 ഉയർന്നിട്ടുണ്ട്. 11,732 ആക്റ്റീവ് കേസുകളാണ് UAE ഇപ്പോൾ നിലവിലുള്ളത്. So easy, get some, come and save me. Get some, ain't nothing I can do except to say I love you. Hypermarket, home delivered, luluhypermarket.com. കേരളത്തിലെ ഇന്നത്തെ കോവിഡ് സ്ഥിതിവിവര കണക്കുകൾ. കേരളത്തിലെ ഇന്നത്തെ മറ്റ് പ്രധാന വാർത്തകളുമായി ടോപ്പ് 10 ന്യൂസിലൂടെ അബ്ദുൾ ജമീഷ്. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. സംസ്ഥാനത്ത് കോവിഡ് സീറോ പ്രിവലൻസ് പഠനം നടത്തുന്നതിന് അനുമതി നൽകി ഉത്തരവിട്ടതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് ആരോഗ്യ പ്രതിരോധ ശേഷി കൈവരിച്ചവരുടെ നിരക്കറിയുന്നതിനും കോവിഡിനെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമാണ് പഠനം നടത്തുന്നത് എന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. അഭ്യൂഹങ്ങൾക്കൊടുവിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച AV ഗോപിനാഥ്. DCC അധ്യക്ഷ പട്ടിക പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസിൽ ഉണ്ടായ പൊട്ടിത്തെറിയാണ് ഒടുവിൽ ഗോപിനാഥിന്റെ രാജിയിൽ കലാശിച്ചത്. വികാരാധീനനായിട്ടായിരുന്നു വാർത്താ സമ്മേളനത്തിൽ ഗോപിനാഥിന്റെ രാജിപ്രഖ്യാപനം. 15 വയസ്സ് മുതൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. കോൺഗ്രസ് തന്റെ ജീവനായിരുന്നു. കോൺഗ്രസ് എന്നും നിറഞ്ഞു നിൽക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു താൻ എന്നും അദ്ദേഹം വ്യക്തമാക്കി. AV ഗോപിനാഥ് പാർട്ടിയിൽ നിന്ന് പോകില്ല എന്ന് ഉറപ്പുണ്ടെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. ഗോപിനാഥിനെ പാർട്ടിയിൽ സക്രിയമാക്കാനുള്ള നടപടികളായിരിക്കും KPCC അധ്യക്ഷൻ എന്ന നിലയ്ക്ക് തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. DCC പട്ടികയുമായി ബന്ധപ്പെട്ട തർക്കം അടഞ്ഞ അധ്യായമാണെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. DCC അധ്യക്ഷ പട്ടിക പുറത്തുവന്നതിന് പിന്നാലെയുള്ള പരസ്യ പ്രതികരണങ്ങളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് കടുത്ത നടപടിക്കൊരുങ്ങുന്നതായി റിപ്പോർട്ട്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ഇക്കാര്യം സ്ഥിരീകരിച്ചു. കടുത്ത അതൃപ്തിയാണ് ഹൈക്കമാൻഡിന് ഉള്ളത് എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. DCC അധ്യക്ഷ പട്ടികയ്ക്കെതിരെ പരസ്യ നിലപാടുകൾ സ്വീകരിച്ചവരുടെ പേരുകൾ നൽകാൻ KPCC അധ്യക്ഷൻ K സുധാകരനോട് ആവശ്യപ്പെട്ടുവെന്നാണ് ഇപ്പോൾ താരിഖ് അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത്. DCC അധ്യക്ഷന്മാരെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് ഉമ്മൻചാണ്ടി. പ്രാഥമിക ചർച്ചകൾ നടന്നിരുന്നു, എന്നാൽ അത് അപൂർണമായിരുന്നു. പ്രാഥമിക ചർച്ചയിൽ ഞങ്ങളുടെ ആളുകളുടെ പേരുകൾ മാത്രമല്ല മറ്റാളുകളുടെ പേരുകളും പറഞ്ഞിരുന്നു. ലിസ്റ്റ് കൊടുത്തിട്ടില്ല. ചർച്ച അപൂർണമായിരുന്നുവെന്നാണ് താൻ പറയുന്നത്. പ്രാഥമിക ചർച്ചകൾ നടന്നു, പിന്നീട് കാണാമെന്ന് പറഞ്ഞ് ചർച്ച അവസാനിപ്പിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. DCC പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാർട്ടിക്കെതിരെ പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തിയ KPCC മുൻ ജനറൽ സെക്രട്ടറിമാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. പാർട്ടി മുതിർന്ന നേതാവായ K ശിവദാസൻ നായർക്കും KP അനിൽകുമാറിനുമെതിരെയാണ് KPCC കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത്. പരസ്യ പ്രതികരണം നടത്തിയതിന് 6 മാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായുള്ള അറിയിപ്പും മതിയായ കാരണങ്ങളുണ്ടെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ രേഖാമൂലം മറുപടി സമർപ്പിക്കണമെന്നുമാണ് നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സന്റെ ഓഫീസ് സീൽ ചെയ്തു. വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം നഗരസഭാ സെക്രട്ടറിയാണ് സീൽ ചെയ്ത് നോട്ടീസ് പതിപ്പിച്ചത്. ചെയർപേഴ്സന്റെ മുറിയിലുള്ള CCTV ദൃശ്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് മുറി പൂട്ടി സീൽ ചെയ്തിരിക്കുന്നത്. വിജിലൻസിന്റെ അനുമതിയില്ലാതെ ഇനി തുറക്കരുത് എന്നാണ് നിർദ്ദേശം. ഹാർഡ് ഡിസ്ക്, മോണിറ്റർ, CPU തുടങ്ങിയ ഉപകരണങ്ങൾ തെളിവായി സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കിയാണ് നോട്ടീസ് പതിപ്പിച്ചിരിക്കുന്നത്. ചെല്ലാനത്തെ തീരസംരക്ഷണ പദ്ധതി പ്രഖ്യാപനവുമായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. തീരസംരക്ഷണത്തിന് ടെട്രാപോഡുകൾ ഉപയോഗിച്ച് തീരം സംരക്ഷിക്കുന്നതിനായി 344.2 കോടി രൂപയുടെ പ്രഖ്യാപനമാണ് മന്ത്രി നടത്തിയത്.
ന്യൂനമർദ്ദമുണ്ടാവുകയും ചുഴലിക്കാറ്റുണ്ടാവുകയും ചെയ്താൽ വീട് വിട്ട് ആദ്യം ഓടിപ്പോകേണ്ടി വരുന്നത് ചെല്ലാന നിവാസികൾക്കാണ്. എത്ര കാലമാണ് ഇത്തരത്തിൽ തുടരേണ്ടി വരുന്നത്? താൽക്കാലിക പരിഹാരങ്ങളൊന്നും സാധ്യമല്ലാത്ത ഈ പ്രദേശത്ത് ഒരു ശാശ്വത പരിഹാരമാണ് വേണ്ടത്. വരുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ ചെല്ലാന നിവാസികളെ മാറ്റിപ്പാർപ്പിക്കേണ്ട അവസ്ഥ വരാത്ത രീതിയിൽ പദ്ധതി നടപ്പിലാക്കാനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞു. ലോറിയും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 3 യുവാക്കൾ മരിച്ചു. മൂവാറ്റുപുഴയിലാണ് സംഭവം. ഒരാളുടെ നില അതീവ ഗുരുതരം. തൊടുപുഴ പൂറപ്പുഴ സ്വദേശികളായ ആദിത്യൻ, വിഷ്ണു, അരുൺ ബാബു എന്നിവരാണ് മരിച്ചത്. കാറിൽ ഇവർക്കൊപ്പമുണ്ടായിരുന്ന പുറപ്പുഴ മൂക്കിലക്കാട്ടിൽ അമർനാഥിനെ ഗുരുതര പരിക്കുകളോടെ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 4ഓടെ MC റോഡിൽ തൃക്കളത്തൂർ കാവുംപടിക്ക് സമീപത്തായിരുന്നു അപകടം നടന്നത്. സംസ്ഥാന നേതൃമാറ്റവും DCC അധ്യക്ഷ പ്രഖ്യാപനവും അടക്കം കോൺഗ്രസിനുള്ളിലെ പുതിയ പൊട്ടിത്തെറികൾ UDF-ലേക്കും. RSP UDF വിടാൻ ഒരുങ്ങുന്നുവെന്നാണ് സൂചന. UDF യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ RSP തീരുമാനിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് UDF-നുള്ളിൽ ഉഭയകക്ഷി ചർച്ച നടത്തണമെന്ന് നേരത്തെ RSP ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ UDF നേതൃത്വം ഇതിന് തയ്യാറായില്ല. UDF യോഗത്തിന് ശേഷം ഉഭയകക്ഷി യോഗം മതിയെന്ന നിലപാടിലാണ് UDF നേതൃത്വം. ഇതോടെയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന RSP സെക്രട്ടേറിയറ്റ് UDF യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചത്. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. You're so easy. Give me some. Come and save me. Give me some. Ain't nothing I can do except to say I love you. Hypermarket. Home delivered. luluhypermarket.com. UAE ഇന്നത്തെ കാലാവസ്ഥ. വെദർ അപ്ഡേറ്റ്സ് ബ്രോട്ട് യു ബൈ Redex Media Event Management Abu Dhabi. Redex Media Event Management Abu Dhabi. Being one of the leading media and entertainment companies in UAE, our mission is fulfilling your needs beyond your expectation in event management, aerial filming, underwater filming, indoor and outdoor photography, live webcasting, social media optimization, and multi-cam shooting. Contact us. Redex Media Event Management. Abu Dhabi 0264 10050 05656 80050. Visit www.redexmedia.ae. സ്വർണ്ണവില. വിനിമയ നിരക്കുകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. സിനോഫാം ഒഴികെയുള്ള വാക്സിനുകൾ എടുത്തവർക്ക് ബൂസ്റ്റർ ഡോസ് ആവശ്യമില്ലെന്ന വിശദീകരണം. UAE-യിൽ ദേശീയ മനുഷ്യാവകാശ സമിതിക്ക് രൂപം നൽകി അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ സ്വീകരിക്കും. അബുദാബിയിൽ കുട്ടികൾക്കുള്ള സൗജന്യ PCR പരിശോധന അടുത്ത മാസവും തുടരും. മലയാളി കുടുംബത്തിന് പോലീസ് കാറിൽ വിശ്രമം നൽകിയ പോലീസുകാർക്ക് അജ്മാൻ കിരീടാവകാശിയുടെ ആദരവ്. ഫാൻസി നമ്പർ പ്ലേറ്റുകളുടെ ലേലത്തിലൂടെ ദുബായിൽ സമാഹരിച്ചത് 36.276 മില്യൺ ദിർഹം. ജനപ്രിയ താരം ടോവിനോ തോമസിനും UAE-യുടെ ഗോൾഡൻ വിസ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിനോദ പരിപാടികൾക്കുമായി അബുദാബി 24/7 ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാം. വിശദമായ വാർത്തകൾക്ക് www.abudabi247.tv എന്ന വെബ്സൈറ്റും സന്ദർശിക്കാം. നമസ്കാരം. അബുദാബി 24/7. അബുദാബിയിൽ നിന്നും പ്രവാസികൾക്കായുള്ള ശബ്ദം.